Okay, dear friends, let's move to the second part of our lesson, Amigo Brothers. One morning, less than a week before their bout, they met as usual for their daily workout. ഒരു ദിവസം രാവിലെ less than a week before their bout. Now, they have only 1 week to wait for the bout. ആ ബോക്സിങ്ങിന് വേണ്ടി ഏകദേശം ഒരാഴ്ചയിൽ കുറവ് മാത്രം ബാക്കി നിൽക്കെ they met as usual for their daily workout. As they used to do, they went for their daily workout. സാധാരണ ചെയ്യുന്നത് പോലെ അവരവരുടെ വർക്കൗട്ടിന് വേണ്ടി പുറപ്പെടുകയാണ്. Antonio glanced at Felix, who kept his eyes purposely straight ahead, pausing from time to time to do some fancy leg work while throwing 1-2s followed by uppercuts to an imaginary Joe. Antonio glanced at means looked at Felix. ഫെലിക്സിനെ നോക്കിയപ്പോൾ ഫെലിക്സ് എങ്ങനെയാണ്? അയാൾ മനഃപൂർവ്വം പർപ്പസ്ലി സ്ട്രെയിറ്റ് അഹെഡ്. ഡെലിബറേറ്റ്ലി ഹി വാസ് കീപ്പിംഗ് ഹിസ് ഐസ് ഫോർവേഡ്. തന്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നേരെ നോക്കിക്കൊണ്ട് ഫെലിക്സ് എന്താണ് ചെയ്യുന്നത്? ഹി വാസ് ഡൂയിങ് സം ഫാൻസി ലെഗ് വർക്ക്സ്. കുറച്ച് കിക്സ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. തന്റെ കൂടെയുള്ള സുഹൃത്തിനെ വല്ലാണ്ടൊന്നും മൈൻഡ് ചെയ്യണില്ല. സോ പോസിങ് ടൈം ടു ടൈം, ഇടയ്ക്കിടയ്ക്ക് നിർത്തിക്കൊണ്ട് ടു ഡു സം ഫാൻസി ലെഗ് വർക്ക്, അദ്ദേഹം കിക്ക് ചെയ്യുകയാണ്. വൈൽ ത്രോയിങ് 1-2s ഫോളോഡ് ബൈ അപ്പർകട്ട്സ്. ചില സമയത്ത് അവൻ 1-2s ചെയ്തു. 1-2s ഒരു ബോക്സിംഗ് സ്റ്റെപ്പാണ്. ഇടം കൈ കൊണ്ട് ഒന്ന് ഇടിക്കുന്നത് പോലെ, ഒന്ന് ജാബ് ചെയ്യുന്നത് പോലെ ആക്കിയതിനു ശേഷം വല കൈ കൊണ്ട് ഒന്ന് ജാബ് ചെയ്യുക, 1-2 എന്നുള്ള മോഡൽ. ഫോളോ ബൈ അപ്പർകട്ട്, അതിനുശേഷം അപ്പർകട്ട്. അപ്പർകട്ട് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് താഴെ നിന്ന് മുകളിലേക്കുള്ള ആ ഇടി, അപ്പർകട്ട് എന്ന് പറയുന്നത്. അതിന്റെ ചിത്രം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. എങ്ങോട്ടാണ് അടിക്കുന്നത്? അപ്പർകട്ട്സ് ടു ആൻ ഇമാജിനറി ജോ, ഒരു സാങ്കല്പിക താടിയിലേക്ക് അവൻ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഹി വാസ് ഡ്രീമിംഗ് ഓഫ് ദ ബൗട്ട്. ആഫ്റ്റർ എ മൈൽ ഓർ സോ ഫെലിക്സ് പഫ്ഡ് ആൻഡ് സെറ്റ്. കുറച്ചു ദൂരം, ഒരു മൈല് അങ്ങനെ പോയതിനു ശേഷം ഫെലിക്സ് പഫ്ഡ്. പഫ് മീൻസ് ടു എക്സെയിൽ ഫോഴ്സിബ്ലി, ഗ്യാസ് കിതച്ചുകൊണ്ട്. അത്രയും ദൂരം ഓടിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കിതപ്പുണ്ട്. അങ്ങനെ ഫെലിക്സ് പഫ് ചെയ്തുകൊണ്ട്, ശ്വാസം എടുത്തുകൊണ്ട്, ശ്വാസം ഫോഴ്സിബിളി ആയിട്ട് വിട്ടുകൊണ്ട് പറയുകയാണ്, ലെറ്റ്സ് സ്റ്റോപ്പ് എ വൈൽ ബ്രോ. നമുക്ക് കുറച്ചു നേരം ഇവിടെ നിൽക്കാം. ഫോർ എ വൈൽ മീൻസ് ഫോർ സം മൊമെന്റ്സ്, ഫോർ സം ടൈം. ഐ തിങ്ക് വി ബോത്ത് ഗോട്ട് സംതിങ് ടു സേ ടു ഈച്ച് അതർ. എനിക്ക് തോന്നുന്നു നമുക്ക് പരസ്പരം എന്തോ പറയാനുള്ളതായിട്ട്. വി ഹാവ് സംതിങ് ഇൻ അവർ മൈൻഡ് ടു ബി ഷെയർഡ്. മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്. ആന്റോണിയോ ഹെൽപ്ഡ്. ഇറ്റ്സ് അബൌട്ട് എ ഫൈറ്റ്, റൈറ്റ്? ഫെലിക്സിന് എന്തോന്ന് കാര്യം പറയാനുണ്ട്. ഇപ്പോൾ വിളിക്കുകയാണ് ആന്റോണിയോയെ വിളിച്ചുകൊണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്. കം ഔട്ട് മീൻസ് ടു മേക്ക് സംതിങ് പബ്ലിക്, ടു സേ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. എന്തെങ്കിലും ഒന്ന് വിചാരിക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് പുറത്തു പറയുന്നതിനെയാണ് കം ഔട്ട് എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം പറയുക. അപ്പോൾ എനിക്കിത് എങ്ങനെ പറയണമെന്നറിയില്ല. അപ്പോൾ ആന്റോണിയോയ്ക്കും ഉള്ളിൽ എന്തോ ഉണ്ട്, പറയാനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് അബൌട്ട് എ ഫൈറ്റ്, റൈറ്റ്? നമ്മുടെ ബോക്സിങ്ങിനെ കുറിച്ചല്ലേ പറയാനുള്ളത്? യാ റൈറ്റ്. ഫെലിക്സസ് ഐസ് സ്ക്വിൻറ്റഡ് അറ്റ് ദ റൈസിംഗ് ഓറഞ്ച് സൺ. ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഐ ഹാവ് സംതിങ് ടു സേ അബൌട്ട് അവർ ബോക്സിംഗ് മാച്ച്. ഈ സമയം ഫെലിക്സ് അങ്ങോട്ട് നോക്കുകയാണ്. ഫെലിക്സ് അങ്ങനെ സൂര്യനെ നോക്കുകയാണ്, റൈസിംഗ് ഓറഞ്ച് സൺ. അപ്പോൾ തന്നെ മൂപ്പരുടെ കണ്ണുകൾ സ്ക്വിൻഡ് ആവുകയാണ്. യു ക്യാൻ സീ the meaning of squint on that picture. So he was looking at the sun with partly closed eyes. ഭയങ്കര പ്രകാശമൊക്കെ കണ്ണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ണിങ്ങനെ ചിമ്മാറുണ്ട്, പകുതി അടയ്ക്കാറുണ്ട്. അതിനെയാണ് സ്ക്വിൻറ്റ് ചെയ്യാന്ന് പറയുന്നത്. സ്ക്വിൻറ്റ് ഐസ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. കോങ്കണ്ണിനെയും സ്ക്വിൻറ്റ് ഐസ് എന്നാണ് പറയുക. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാവ് ബീൻ മീൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് വരുന്നത്. ഞാൻ മുമ്പ് തുടങ്ങിയതാണ് ചിന്ത, ഇപ്പോഴും എനിക്കതിനെക്കുറിച്ചാണ് ചിന്ത. പണ്ട് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുറന്നുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. കുറച്ചു കാലമായി ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് സിൻസ് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി മീ ആൻഡ് യു. ഇൻഫാക്ട് യഥാർത്ഥത്തിൽ സിൻസ് വി ഫൗണ്ട് ഔട്ട് ദാറ്റ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കിയല്ലോ, it was going to be me and you. So the boxing match will be between me and you. നീയും ഞാനും തമ്മിലാണത് എന്നറിഞ്ഞത് മുതൽ I have been awake at night. ഞാൻ രാത്രി ഉണരും, അങ്ങനെ ഉറക്കം കിട്ടാറില്ല രാത്രി. പുള്ളിങ് പഞ്ചസ് ഓൺ യു. ഞാൻ എങ്ങനെയാണ് ഞെട്ടി ഉണരുകയാണ്. പുള്ളിങ് പഞ്ചസ് ഓൺ യു. നിന്നെ ഇടിച്ചുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഉണരാറ്. പുള്ളിങ് പഞ്ച് മീൻസ് ടു അവോയ്ഡ് യൂസിങ് എ ഹൈ ലെവൽ ഓഫ് ഫോഴ്സ് വെൻ പഞ്ചിങ്. ഇടിക്കുന്ന സമയത്ത് വല്ലാതെ ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഇടിയൊന്നുമല്ല, പതുക്കെയുള്ള ഇടിയാണ് പുള്ളിങ് പഞ്ച് എന്ന് പറയുന്നത്. മെതുവായുള്ള ഇടി. ട്രൈങ് നോട്ട് ടു ഹർട്ട് യു. നിന്നെ വേദനിപ്പിക്കാതെ രാത്രി ഇടിച്ചുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഉറക്കം ഉണരാറ്. സെയിം ഹിയർ. മറ്റേയാളും പറയുകയാണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് നേച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. ഇറ്റ് ഈസൻറ്റ് നേച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ
fight. ഇവിടെ ഈ സെൻറ്റൻസിൽ നിങ്ങൾക്ക് രണ്ട് നെഗറ്റീവ്സ് കാണാവുന്നതാണ്. ഇറ്റ് ഈസിൻറ്റ് നേച്ചുറൽ, ഇത് സ്വാഭാവികമല്ല. നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്, ഈ ഫൈറ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് സ്വാഭാവികമല്ല എന്നാണ്. അതായത് രണ്ട് നെഗറ്റീവ്സ് ഉള്ളപ്പോൾ അതിൻ്റെ അർത്ഥം സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്നാണ് അല്ലേ. അപ്പോൾ ആ രണ്ട് നോട്ടുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കതിൻ്റെ അർത്ഥം കിട്ടും. ഇറ്റ് ഈസ് നേച്ചുറൽ ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്, ഈ ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് തരം ഫിഗർ ഓഫ് സ്പീച്ചാണ്. അതിനെ നമുക്ക് ലൈറ്റോറ്റീസ് എന്ന് വിളിക്കാം. ലൈറ്റോറ്റീസ്, ഇറ്റ്സ് എ ഫോം ഓഫ് ഐറണിക് അണ്ടർസ്റ്റേറ്റ്മെന്റ് ഇൻ ഓർഡർ ടു എംഫസൈസ് ആൻ ഐഡിയ ഓർ സിറ്റുവേഷൻ. ഒരു തരത്തിലുള്ള വിരോധാഭാസകരമായ ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണ്. ഓഫൺ ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റേറ്റ്മെന്റ്. കുറേ സമയത്ത് എന്താണ്, അതൊരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണ്. അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു പ്രാധാന്യം കുറച്ചുകൊണ്ടുള്ള രീതിയിലുള്ള സംസാരത്തിനെയാണ് അണ്ടർസ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് എംഫസൈസിന് വേണ്ടിയിട്ടാണ്, ആ സിറ്റുവേഷനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ നെഗേറ്റിംഗ് ഇറ്റ്സ് ഓപ്പോസിറ്റ്. നെഗറ്റീവ്സിലൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുക. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയാറുണ്ട്, നീ അത്ര മോശക്കാരിയല്ല അല്ലേ. അപ്പം നല്ലതാണ് എന്ന് പറയാൻ മടിയുണ്ട്, അപ്പോൾ ഒന്ന് അണ്ടർസ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ട് എന്താ പറയുക, നീ അത്ര മോശക്കാരിയല്ല എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെയാണ് ലൈറ്റോറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ വെരി ഗുഡ് എന്നൊക്കെ പറയാറുണ്ട്. വെരി ഗുഡ് എന്ന് പറയാൻ മടിയുള്ളവരാണെങ്കിൽ യു നോട്ട് ബാഡ് എന്ന് പറയും, നോട്ട് ബാഡ്. അതുപോലെ തന്നെ യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്, ഞാനിത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എക്സലൻറ്റ് എന്ന് പറയുന്നതിന് പകരമായിട്ട് എന്ത് പറയാം, യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്, മോശമാവില്ല അല്ലേ, നിനക്കതിനെ ദുഃഖിക്കേണ്ടി വരില്ല എന്നൊക്കെ പറയാം. പിന്നെ നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇപ്പോൾ കുറച്ച് പഠിക്കാൻ പുറകിലുള്ള കുട്ടിയാണെങ്കിൽ ചില ടീച്ചർമാർക്ക് ചിലവർക്ക് അത് ശരിയാണ് എന്ന് പറയാൻ ഒരു കോമഡി രൂപത്തിൽ പറയും, ശരിയാണ് അല്ലേ, നിൻ്റെ ഉത്തരം തെറ്റല്ല, യുവർ ആൻസർ ഈസ് നോട്ട് റോങ്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെയാണ് ലൈറ്റോറ്റീസ് എന്ന് വിളിക്കുന്നത്. എൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണേ. ഐ മീൻ വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വാണ്ട് ടു വിൻ. എനിക്കറിയാം നമ്മൾ രണ്ടുപേരും ഫൈറ്റേഴ്സാണ്, നമുക്ക് രണ്ടുപേർക്കും ജയിക്കാൻ വേണം. ബട്ട് ഓൺലി വൺ ഓഫ് us ക്യാൻ വിൻ. പക്ഷേ നമ്മളിൽ ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റൂ. ദർ ആർ നോ ഡ്രോസ് ഇൻ ദ എലിമിനേഷൻസ്. എലിമിനേഷൻ റൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ഒരു ഡ്രോയ്ക്കുള്ള സാധ്യതയില്ല. ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റൂ, ഒരാൾക്ക് മാത്രമേ ഫൈനലിലേക്ക് പോകാൻ പറ്റൂ. ഫെലിക്സ് ടാപ്ഡ് അന്റോണിയോ ജെന്റ്ലി ഓൺ ദ ഷോൾഡർ. ഫെലിക്സ് ടാപ്ഡ് അന്റോണിയോ, ഫെലിക്സ് തോളത്ത് ചുമലിൽ തട്ടുകയാണ്. അന്റോണിയോയുടെ ചുമലിൽ തട്ടിക്കൊണ്ട് പറയുന്നു, ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ എം ബ്രാഗിങ്. ലിസൺ മൈ ഫ്രണ്ട്, ഐ എം നോട്ട് ബ്രാഗിങ് ടു യു. ഞാൻ നിന്നോട് പൊങ്ങച്ചം പറയുകയാണെന്ന് വിചാരിക്കരുത്. ബ്രാഗിങ് മീൻസ് ബോസ്റ്റിങ്, BOASTING, ബോസ്റ്റിങ്. ഞാൻ എൻ്റെ സ്വയം SP ആക്കുകയാണെന്ന് വിചാരിക്കരുത്, സ്വയം പൊക്കുകയാണെന്ന് വിചാരിക്കരുത്. ബട്ട് ഐ വാണ്ട് ടു വിൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ജയിക്കണം കേട്ടോ. എങ്ങനെ? ഫെയർ ആൻഡ് സ്ക്വയർ. എനിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ നേരെ ചൊവ്വേ ജയിക്കണം, വിതൗട്ട് ചീറ്റിംഗ്. ഐ വാണ്ട് ടു വിൻ ദിസ് മാച്ച് ഇൻ ആൻ ഓണസ്റ്റ് ആൻഡ് ഓപ്പൺ മാനേർഡ് വേ. അന്റോണിയോ നോഡഡ് ക്വയറ്റ്ലി. ഇതൊക്കെ കേട്ട് അന്റോണിയോ നോഡ് ചെയ്യാണ്, തലയാട്ടുകയാണ്. വി ബോത്ത് നോ ദാറ്റ് ഇൻ ദ റിംഗ് ദ ബെറ്റർ മാൻ വിൻസ്. നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഇൻ ദ റിംഗ്, ഇൻ ദ ബോക്സിംഗ് റിംഗ്, ഇറ്റ് വിൽ ബി ദ പേഴ്സൺ ഹു പെർഫോംസ് ബെറ്റർ വിൻസ് ദ മാച്ച്. നമുക്കറിയാം ബെറ്റർ മാൻ ആണ്, മീൻസ് എ പേഴ്സൺ ഹു പെർഫോംസ് വെൽ, ഹി വിൽ വിൻ ദ മാച്ച്. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇറ്റ്സ് ഫെയർ ടോണി, അതാണ് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം. ബെറ്റർ ആയിട്ടുള്ള ആൾ ജയിക്കണം. When we get into the ring, നമ്മൾ ബോക്സിംഗിലേക്ക് പോകുമ്പോൾ it's got to be like we never met. Got to be. അമേരിക്കൻ ഇംഗ്ലീഷിൽ മിക്കവാറും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. got to be, മസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് മിക്കവാറും got to be ഉപയോഗിക്കൽ. So it must be like we never met. നമ്മളിതുവരെ കാണാത്ത രീതിയിലായിരിക്കണം, ഇതുവരെ പരിചയമേ ഇല്ലാത്ത രീതിയിലായിരിക്കണം അന്ന് നമ്മൾ ബോക്സിംഗ് റിംഗിൽ ഉണ്ടായിരിക്കേണ്ടത്. We got to be two heavy strangers that want the same thing and only one can have it. We must be like two heavy strangers. ഭയങ്കര അപരിചിതരെ പോലെ ആയിരിക്കണം. That want the same thing. ഒരേ കാര്യം ആവശ്യമുള്ള അപരിചിതർ. And only one can have it. ആ സ്ട്രേഞ്ചേഴ്സിൽ ഒരാൾക്ക് മാത്രമേ ആ കാര്യം ലഭിക്കുകയുള്ളൂ. You understand? മനസ്സിലായോ? I know. Tony smiled. ടോണി ചിരിക്കുകയാണ്. ടോണി, അന്റോണിയോ ആണ് ടോണി എന്ന സ്നേഹത്തോടെ ഫെലിക്സ് വിളിക്കുന്നത്. നോ പുള്ളിങ് പഞ്ചസ്. നേരത്തെ പറഞ്ഞ അതേ വാക്ക്. നമുക്ക് പുള്ളിങ് പഞ്ചസ് ഒന്നും വേണ്ട. നമുക്ക് പരസ്പരമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇടിയൊന്നും ആവശ്യമില്ല. വി നീഡ് നോട്ട് സ്ട്രൈക്ക് വിത്ത് ലൈറ്റ് ബ്ലോസ്. വി ഗോ ഓൾ ദ വേ. ഗോ ഓൾ ദ വേ മീൻസ് കണ്ടിന്യൂ ടു ദ കൺക്ലൂഷൻ, ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ അല്ലേ.
Go all the wayക്ക് വേറെ ഇഡിയോമാറ്റിക് ആയിട്ട് മറ്റൊരു മീനിങ് കൂടിയുണ്ട്. ടു ഹാവ് എ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് എന്നാണ് അതിൻ്റെ മറ്റൊരു മീനിങ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബോക്സിങ് നമ്മൾ അവസാനം വരെ തുടരുക തന്നെ ചെയ്യും. വി ഗോ ഓൾ ദ വേ. നമ്മൾ ആ ബൗട്ട് ആത്മാർത്ഥമായി തന്നെ ചെയ്തിരിക്കും എന്നാണ്. യാ, ദാറ്റ്സ് റൈറ്റ്. ശരിയാണ്. Listen, Tony, don't you think it's good idea if we don't see each other until the day of the fight? Don't you think? ഫ്രണ്ടിനോട് അഭിപ്രായം ആരായുകയാണ്. So he was seeking the opinion of his friend, asking, don't you think it's a good idea? നല്ലൊരു ഐഡിയ അല്ലേ ഇങ്ങനെ? If we don't see each other until the day of the fight, ആ ഫൈറ്റിൻ്റെ ദിവസം വരെ നമ്മൾ പരസ്പരം കാണാതിരുന്നാലോ? I am going to stay with my Aunt Lucy in the Bronx. ഞാൻ എൻ്റെ ആൻറ്റി ലൂസിയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന്. ബ്രോങ്സ്, ന്യൂയോർക്കിലെ സിറ്റിയായ ബ്രോങ്സിലേക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ടോണി സ്ക്രാച്ച്ഡ് ഹിസ് നോസ് പെൻസീവ്ലി. പെൻസീവ്ലി മീൻസ് സാഡ്ലി ഓർ തോട്ട്ഫുള്ളി. ചിന്താകുലനായിക്കൊണ്ട് മൂക്ക് ചുരയുകയാണ് ആൻ്റണി. യാ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. നമ്മുടെ തലയ്ക്ക് അതാണ് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്ക് അതായിരിക്കും നല്ലത്. He held out his hand. അവൻ്റെ കൈ, he stretched his hand. കൈകൾ നീട്ടുകയാണ്. Palm upwards. So he stretches his hands towards his friend, keeping palm upward. കൈ മലർത്തി പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഡീലാണോ? നമുക്കിനി അപ്പം കണ്ടാൽ മതിയോ? ഉറപ്പിച്ചാലോ നമുക്കിനി നമ്മുടെ ബൗട്ട് കഴിയുന്നവരെ കാണണ്ടായെന്ന്. ഡീൽ ചോദിക്കുകയാണ്. ഡീൽ. ഫെലിക്സ് സ്ലൈറ്റ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. അങ്ങനെ ഫെലിക്സ് ആ കയ്യിലേക്ക് അടിക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം സമ്മതിക്കുന്നു, ഇനി അങ്ങോട്ട് നമുക്ക് ബൗട്ട് കഴിയുന്നവരെ കാണണ്ടായിരുന്നു. റെഡി ഫോർ സം റണ്ണിങ്? കുറച്ചുകൂടി ദൂരം ഓടണോ? ടോണി ആസ്ക്ഡ് ലെയിംലി. ലെയിംലി മീൻസ് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ, ഞാൻ ഇൻഇഫക്റ്റീവ് വേ, വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ചോദിക്കുകയാണ്. നമുക്കിനി ഈ ഓട്ടം തുടരണോ? നോ ബ്രോ, ലെറ്റ്സ് കട്ട് ഇറ്റ് ഹിയർ. നമുക്കത് ഇവിടെ നിർത്താം. യു ഗോ ഓൺ, യു കണ്ടിന്യൂ. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗെദർ ഇൻ മൈ ഹെഡ്. So I have some more things to arrange in my head. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുറപ്പിക്കേണ്ടതുണ്ട്, തലയിൽ ഒരുപാട് പ്ലാൻ ചെയ്യേണ്ടത്. I have a lot to plan. You aren't worried, are you? ക്വസ്റ്റ്യൻ ടാഗാണ് അല്ലേ? You aren't worried. ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വന്നിട്ടുള്ളത്? Are you? ക്വസ്റ്റ്യൻ ടാഗ് നമുക്കറിയാം ഒരു ഓക്സിലറിയും ഒരു പ്രൊനൗണും മാത്രമേ വരുള്ളൂ. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. യു ആറിൻറ്റ് എന്ന് പറയുന്നത് നോട്ടിൻ്റെ അപ്പുറത്ത് എന്തായി? ഈ യു ആറിൻറ്റ് എന്നുള്ളത് നേരെ ഇൻവേർട്ട് ചെയ്തു, അതായത് ആർ ആദ്യം ഇട്ടു, യു രണ്ടാമത് ഇട്ടു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് കിട്ടി അല്ലേ? സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആക്കിയിട്ട് ആർ യു എന്ന് എഴുതി. യു ആർ ഇൻ വറീഡ്, ആർ യു? നിങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല ഉണ്ടോ? ടോണി ആസ്ക്ഡ്. നോ വേ മാൻ, ഫെലിക്സ് ലാഫ്ഡ് ഔട്ട് ലൗഡ്. അങ്ങനെ ഫെലിക്സ് ഉറക്കെ ചിരിക്കുകയാണ്. I just think it's cooler if we split right here. I think it's time that we split here. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. നമുക്കിവിടെ വെച്ച് പിരിയാം. After the fight, we can get it together again like nothing ever happened. നമ്മുടെ ആ ബൗട്ടിന് ശേഷം, ബോക്സിങ്ങിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? We can get it together. നമുക്ക് ഒരുമിച്ച് കൂടാം. Again like nothing ever happened. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പഴയ പോലെ സുഹൃത്തുക്കളാകാം. The Amigo Brothers were not ashamed to hug each other tightly. Before they were parted, they hugged each other tightly. പരസ്പരം ആലിംഗന നിബദ്ധരാവുകയാണ്. The evening before the big fight. So it was the eve of the fight. അതിൻ്റെ തലേ ദിവസം. Tony made his way to the roof of his building. Antonio തൻ്റെ ബിൽഡിങ്ങിൻ്റെ റൂഫിലേക്ക് പോവുകയാണ്. Made his way means move എന്നേ അർത്ഥമുള്ളൂ. Moved to the roof of his building. അവിടേക്ക് പോകുന്നു കേട്ടോ. In the quiet early dark, വൈകുന്നേരമാകുന്ന സമയത്ത്, നിശബ്ദ സന്ധ്യയിൽ, he peered over the ledge. Peer means എത്തി നോക്കുക എന്നൊക്കെ പറയുന്നതിന് പിയർ എന്ന് പറയും. ലുക്ക് വിത്ത് ഡിഫിക്കൽട്ടി. അങ്ങനെ പിയർ ചെയ്ത് നോക്കുന്നു. ഓവർ ദ ലെഡ്ജ്. ലെഡ്ജ് എന്നുള്ള വാക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ നിന്ന് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പാഠത്തിൽ ഫസ്റ്റ് ലൈനിൽ ലെഡ്ജ് എന്നുള്ള സാധനം ഉണ്ടാകും. എന്താണ് ലെഡ്ജ് എന്നുള്ളതിൻ്റെ മീനിങ്? എ പ്രൊജക്റ്റഡ് പാർട്ട്. അവിടെ പ്രൊജക്റ്റഡ് റോക്കായിരുന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ വാളിൻ്റെ, ആ ചുമരിൻ്റെ ഒരു ഭാഗത്തുകൂടെ, ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് അവൻ. ഹി ട്രൈ നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്. ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. ഫീലിംഗ് ഹി ഹാഡ് സക്സീഡഡ് ഇൻ സൈക്കിങ് ഹിസ് മൈൻഡ്. അവനിപ്പോൾ ഒരു തോന്നലാണ്. ഹി ഫെൽ ദാറ്റ് ഹി ഹാഡ് സക്സീഡഡ്. അവൻ വിജയിച്ചിരിക്കുന്നു. എന്തിൽ? ഇൻ സൈക്കിങ് ഹിസ് മൈൻഡ്. സൈക്കിങ് മീൻസ് പ്രിപ്പയർ മെൻ്റലി. അവൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ടുണ്ട് എന്നാണ്.
he was succeeded in psyching his mind. അവൻ സ്വയം മാനസികമായിട്ട് സന്നദ്ധനായിരിക്കുന്നു എന്ന് അവന് മനസ്സിലാവുകയാണ്. ബട്ട് ഓൺലി ഇൻ ദ റിംഗ് വുഡ് ഹി റിയലി നോ. പക്ഷെ അവന് റിംഗിൽ മാത്രമേ, ബോക്സിംഗ് റിംഗിൽ മാത്രമേ ശരിക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ ഇവിടെ, ബട്ട് ഓൺലി ഇൻ ദ റിംഗ് വുഡ് ഹി എന്നാണ്. ഹി വുഡ് എന്നല്ല, വുഡ് ഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഇൻവേർഷൻ, എംഫസിസിന് വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇൻവേർഷനെ കുറിച്ച് നമ്മുടെ ഈ പാഠത്തിന്റെ അവസാനം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ സാധാരണ നമ്മളൊരു വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി അല്ലെങ്കിൽ വെർബ് ആ രീതിയിലാണ്. ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെയാണ്. ബട്ട് ഓൺലി ഇൻ ദ റിംഗ് വുഡ് ഹി റിയലി നോ, ഹി വുഡ് റിയലി നോ എന്നതിന് പകരമായിട്ട് വുഡ് ഹി റിയലി നോ എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇംഫസൈസിന് വേണ്ടി, ഒരു കാര്യം എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഉള്ള വേർഡ് പ്രയോഗമാണിത്. ടു സ്പെയർ ഫെലിക്സ് ഹേർട്ട് മീൻസ് നോട്ട് ടു ഹേർട്ട് ഫെലിക്സ്. സ്പെയർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ഐ വിൽ നോട്ട് സ്പെയർ യു, ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ അല്ലേ. സ്പെയർ ചെയ്യാണ് വെറുതെ വിടുക എന്നർത്ഥം, ഒഴിവാക്കുക. To spare Felix hurt means not to hurt Felix. He would have to knock him out early and quick. അവനെ എത്രയും വേഗം ക്വിക്കായിട്ട് തന്നെ നോക്ക് ഔട്ട് ചെയ്യേണ്ടി വരും, ഡിഫീറ്റ് ചെയ്യേണ്ടി വരും. അവനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും വേഗം അവനെ ഇടിച്ച് തോൽപ്പിക്കേണ്ടി വരും എന്നാണ്. ഇതേ സമയത്ത് ബ്രോങ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ആന്റോണിയോയുടെ കാര്യമാണ്. ആന്റോണിയോ സ്വപ്നം കാണുന്നു എത്രയും പെട്ടെന്ന് ഫെലിക്സിനെ അധികം വേദനിപ്പിക്കാതെ തോൽപ്പിക്കാൻ. ബ്രോങ്സിൽ മറ്റൊരാളുണ്ട്, ഫെലിക്സ്, ആൻറ്റിയുടെ വീട്ടിൽ. Up in the South Bronx, Felix decided to take in a movie in an effort to keep Antonio's face away from his fists. Take in a movie. He decided to take in. Take in means to attend. ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ആന്റോണിയോ തീരുമാനിക്കുകയാണ്. എന്തിനു വേണ്ടി? To keep Antonio's face away from his fists. തൻ്റെ ഫിസ്റ്റിൽ നിന്ന്, ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മുഷ്ടി, തൻ്റെ മുഷ്ടിയുടെ ദൂരത്ത് നിന്ന് ആന്റോണിയോയുടെ മുഖത്തെ മാറ്റാൻ വേണ്ടി അവനൊരു സിനിമ കാണാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ always he was thinking of defeating his friend. So in order to keep his face out from his mind, he decides to go to a movie. The flick എന്ന് വെച്ചാൽ സിനിമ എന്ന് തന്നെയാണ്, മൂവി. The movie was, അതിൻ്റെ ടൈറ്റിലാണ് The Champion with Kirk Douglas. കിർക്ക് ഡഗ്ലസിൻ്റെ മൂവി ആയിട്ടുള്ള ചാമ്പ്യൻ കാണാനാണ് അദ്ദേഹം പോയത്. The champion was getting beaten. പക്ഷേ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള സിനിമയായിരുന്നില്ല. അതിൽ ചാമ്പ്യൻ പരാജയപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ ചാമ്പ്യനാണ് അടി കിട്ടിക്കൊണ്ടിരുന്നത്. ഫെലിക്സ് ഫെൽറ്റ് എ ഷോക്ക്. ഇത് കണ്ടപ്പോൾ ഫെലിക്സിൻ്റെ ഒരു ചെറിയ ഷോക്ക്. ഹി സോ ഹിംസെൽഫ് ഇൻ ദ റിംഗ്. ആ സിനിമ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? അവനെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. ഇൻ ദ റിംഗ് ബ്ലാസ്റ്റിംഗ് ആന്റോണിയോ അഗെയിൻസ്റ്റ് റോപ്സ്. ബ്ലാസ്റ്റിംഗ് ഇവിടെ അർത്ഥം ഹിറ്റ് ഫോഴ്സ്ഫുള്ളി എന്നാണ്. നല്ല വല്ലാത്ത ഇടി, ഉറക്കയുള്ള ഇടി ആന്റോണിയോയെ ആ ബോക്സിംഗ് റിങ്ങിലേക്ക്, ബോക്സിങ്ങിൻ്റെ റോപ്പിലേക്ക് ഇടിച്ചിടുന്നതായിട്ട് അവൻ സ്വപ്നം കാണുകയാണ്. ബ്ലാസ്റ്റ് എന്നുള്ളതിൻ്റെ ആ വാക്കിൻ്റെ ഒരു ഊർജം നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലേ. ബോംബ് ബ്ലാസ്റ്റ് എന്നൊക്കെയാണ് പറയാറ്. ഹി walked up some dark streets, deserted except for small pockets of well-looking kids wearing gang colors. He walked up some dark streets. അദ്ദേഹം ഇരുട്ടിലൂടെ, സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ആരാണ്? ഫെലിക്സ്. ഡെസേർട്ടഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ആളുകളൊന്നുമില്ലാത്ത empty street ആണ്. except for small pockets of well looking kids. except ഒഴികെ കുറച്ച് കുട്ടികളുണ്ട് അവിടെ. small pockets, small groups of very looking kids. very looking ആണ്. very looking means careful, cautious. രാത്രിയാണ്, ഇരുട്ടാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നടക്കുന്ന കുട്ടികൾ. എങ്ങനെ? in gang colors. അവർ ധരിച്ചിരിക്കുന്നത് gang കളറാണ്. അവരൊരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്തിരിക്കുന്നു. gang colors means ടൈപ്പ് ഓർ കളർ ഓഫ് ക്ലോത്തിങ് വോൺ ബൈ ഗ്യാങ് മെമ്പേഴ്സ്. ഒരാൾക്ക് മറ്റേയാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ കളർ കോഡ്, ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് എവിടെ പോയാലും തിരിച്ചറിയണം. അപ്പം ഇങ്ങനെ വെരി ലുക്കിംഗ് ആയിട്ട്, വളരെ കോഷ്യസ് ഓഫ് ഡേഞ്ചർ ആയിട്ട് അവർ നടക്കുന്ന ആ കുട്ടികൾ ഒരേ രീതിയിൽ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. വാക്കിംഗ് ദ സ്ട്രീറ്റ്സ് ഹാഡ് നോട്ട് റിലാക്സ്ഡ് ഹിം. ആ സ്ട്രീറ്റിലൂടെയുള്ള നടത്തം അവൻ്റെ മനസ്സിന് ശാന്തത നൽകിയില്ല. നെയ്തർ ഹാഡ് ദ ഫൈവ് ഫ്ലിക്ക്. ഇവിടെയും നിങ്ങൾക്ക് കാണാം, ഈ ചാപ്റ്ററിലുടനീളം ഈ ഒരു ഇൻവേഷൻ കാണാവുന്നതാണ്. ഇവിടെ എന്താണുള്ളത്? നെയ്തർ ഹാഡ് ദ ഫൈവ് ഫ്ലിക്ക്. വാക്കിംഗ് ദ സ്ട്രീറ്റ്സ് ഹാഡ് നോട്ട് റിലാക്സ്ഡ് ഹിം. ആദ്യം ഒരു നെഗറ്റീവ് സെൻറ്റൻസ് കാണാം അല്ലേ, ഹാഡ് നോട്ട് റിലാക്സ്ഡ്. രണ്ടാമതായിട്ട് ഒരു നെഗറ്റീവ് ഐഡിയ ധ്വനിപ്പിക്കാൻ വേണ്ടി നെയ്തർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം സബ്ജക്റ്റും വെർബും ഒന്നും ഉപയോഗിച്ചിട്ടില്ല, മറിച്ച് ഹാഡ് ദ ഫൈവ് ഫ്ലിക്ക് എന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ആദ്യത്തെ വെർബ് തന്നെയാണ് രണ്ടാമത് പറയേണ്ടത്. പക്ഷേ ഇവിടെ നെയ്തർ ഹാഡ് എന്നതിന് ശേഷം വേറെ വെർബൊന്നും ഉപയോഗിച്ച് കാണുന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾ ഇറ്റ് ഹാഡ് ഡൺ വാസ് ടു സ്റ്റിയർ ഹിം അപ്പ്. ഇതുകൊണ്ടുള്ള ആകെ ഒരു ഉപകാരം, ഈ നടത്തുകൊണ്ടും സിനിമ കൊണ്ടും
അവന് കിട്ടിയ ഒരു ഉപകാരം എന്ന് പറയുന്നത് എന്താണ്? ദ എക്സൈറ്റ്മെൻറ്റ് ഇൻക്രീസ്ഡ്. അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, വരാൻ പോകുന്ന ബോക്സിങ്ങിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്ത, അതൊന്നുകൂടി അവനെ ഇളക്കി മറിച്ചതേ ഉള്ളൂ. He let himself quietly into his Aunt Lucy's apartment and went straight to bed. He goes to Aunt Lucy's apartment and goes to sleep. Antonio was passing some heavy time on his rooftop. വീണ്ടും അന്റോണിയോയിലേക്ക് വരുന്നു. He was passing some heavy time. Heavy means sorrowful. Heavy heart എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്താ, ഹാർട്ട് ടു ബെയർ, സഹിക്കാൻ പ്രയാസമുള്ള രീതിയിൽ വല്ലാത്തൊരു സമയം ആയിരുന്നു ആന്റോണിയോ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഹൗ വുഡ് ദ ഫൈറ്റ് ടുമോറോ അഫക്റ്റ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫെലിക്സ്? അവൻ്റെ ചിന്ത അതായിരുന്നു. ഹൗ വുഡ് ദ ഫൈറ്റ് ടുമോറോ, നാളത്തെ ആ ഒരു ഫൈറ്റ്, ഹൗ വുഡ് ഇറ്റ് അഫക്ട് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ഫെലിക്സ് ആൻഡ് ആന്റോണിയോ? എങ്ങനെ തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കും എന്നതായിരുന്നു അവൻ്റെ ചിന്ത. ആഫ്റ്റർ ഓൾ ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. എല്ലാത്തിനും ഉപരിയായിട്ട് ഫൈറ്റിംഗ് എന്ന് പറയുന്നത് മറ്റേതൊരു പ്രൊഫഷനെയും പോലെ അല്ലേ? ഫ്രണ്ട്ഷിപ്പ് വേറെ, പ്രൊഫഷൻ വേറെ. ഫ്രണ്ട്ഷിപ്പ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്, ബട്ട് എ നോയിങ് ഡൗട്ട് ക്രെപ്റ്റ് ഇൻ. പക്ഷേ അവൻ്റെ ഉള്ളിലേക്കൊരു സംശയം ഇഴഞ്ഞു കയറുകയാണ്. എങ്ങനത്തെ സംശയമാണ്? നോയിങ് ഡൗട്ട്, എ സിവിയർ ഡൗട്ട്. നോയിങ്, നോ എന്ന് പറഞ്ഞാൽ കാരുക എന്നൊക്കെയാണ് അർത്ഥം. മെലിയുടെയൊക്കെ ആ ഒരു തീറ്റല്ലേ, എലിയണ്ണാൻ്റെയൊക്കെ, അവരൊക്കെ നോ ചെയ്യുക എന്നാണ് പറയുക, കാരുക എന്ന്. അപ്പോൾ അവൻ്റെ മനസ്സിനെ കാർന്നു നിന്നുകൊണ്ടൊരു സംശയം അവൻ്റെ ഉള്ളിലേക്ക് ക്രെപ്റ്റിൻ ചെയ്യുകയാണ്, ഇഴഞ്ഞു കയറുകയാണ്. He got negative thinking really quick by doing some speedy fancy dance steps. He tried to avoid negative thinking. എങ്ങനെ? By doing some speedy fancy dance steps. ചില ബോക്സിംഗ് സ്റ്റെപ്സ് ഒക്കെ സ്വയം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നെഗറ്റീവായ ചിന്തകളെല്ലാം അകറ്റാൻ ശ്രമിക്കുകയാണ് അവൻ. ഫെലിക്സ്, his amigo brother, was not going to be Felix at all in the ring. അവനൊരു കാര്യം അറിയാം, his friend, his amigo brother, was not going to be the same Felix, his friend in the ring. He is just an opponent with another face. മറ്റൊരു മുഖമുള്ള ആളായിരിക്കും ബോക്സിംഗ് റിംഗിൽ ഫെലിക്സ് എന്ന് പറയുന്നത്, അതായത് തൻ്റെ അമിഗോ ബ്രദർ ആയിരിക്കില്ല എന്നവന് തോന്നുകയാണ്. ആന്റോണിയോ went to sleep. അവൻ ആന്റോണിയോയും ഉറങ്ങാൻ പോകുന്നു. Like his friend, തൻ്റെ സുഹൃത്തിനെ പോലെ, he prayed for victory. പ്രാർത്ഥിക്കുന്നു വിജയത്തിനായി. Why a quick clean knockout? ഇങ്ങനെ why means by means of അല്ലേ? എങ്ങനെയാണ് ജയിക്കേണ്ടത്? ഏത് വഴിയാണ്? ബൈ ദ വേ ഓഫ് ക്വിക്ക് ക്ലീൻ നോക്കൗട്ട്. പെട്ടെന്ന് അവനെ ഇടിച്ച് തോൽപ്പിച്ച് ജയിക്കണം എന്ന്. ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ഇറ്റ് സെൽഫ്, ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുള്ളിക്കാരനെ ഒന്ന് പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയം ഉറപ്പാക്കാൻ അവൻ പ്രാർത്ഥിക്കുകയാണ്. Now let's discuss some question answers and the usages that we saw before. First question is this: Felix decides to move to Aunt Lucy. Why? Aunt Lucyയുടെ വീട്ടിലേക്ക് ഫെലിക്സ് പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം ഇതാണ്: Both Antonio and Felix knew that they would be the opponents in the division finals. ഡിവിഷൻ ഫൈനൽസിൽ അവരായിരിക്കും ഒപ്പണൻസ് എന്നവർക്ക് മനസ്സിലായി. The winner would participate in the Golden Glove Championship. വിന്നർ ആയിരിക്കും ഗോൾഡൻ ഗ്ലോവ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക. Both of them had the same dream. രണ്ടുപേർക്കും ഒരേ സ്വപ്നമായിരുന്നല്ലോ. But one of them would have to yield. പക്ഷെ ഒരാൾക്ക് വഴങ്ങേണ്ടി വരും, തോൽക്കേണ്ടി വരും. All this time they had been running and working out together. ഈ സമയം അത്രയും അവർ ഒരുമിച്ചായിരുന്നു, വർക്കൗട്ട് ചെയ്തതും ഓടിയതുമല്ല. If they continued so, അവരിത് തുടരുകയാണെങ്കിൽ, it would either affect their performance or their friendship. അവരുടെ പെർഫോമൻസിനെ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെയും. They had to prepare mentally too for the bout. അവർ മാനസികമായിട്ട് അവർക്ക് ഒരുപാട് തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. So they decided to live separate. അങ്ങനെ അവർ പിരിയാൻ തയ്യാറാവുകയാണ്. Thus Felix decides to move to Aunt Lucy's. Aunt Lucyയുടെ വീട്ടിലേക്ക് പോകാൻ ഫെലിക്സ് തയ്യാറാകുന്നു. Next question: Compare the thoughts and feelings of Amigo Brothers on the eve of the fight. അവരുടെ ചിന്തകളെ താരതമ്യം ചെയ്യാനാണ്. On the eve of the big fight. On the eve എന്ന് വെച്ചാൽ തലേ ദിവസം രാത്രിയാണ് on the eve എന്ന് പറയുന്നത്. സംഭവം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ മുമ്പത്തെ ഈവനിങ്, തലേ ദിവസം. Antonio moved to the roof of his building, trying not to think of Felix. തൻ്റെ സുഹൃത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ റൂഫിലേക്ക് പോകുന്നു. He thought he had succeeded in psyching his mind. സ്വന്തം മനസ്സിനെ പ്രാപ്തമാക്കി എന്ന് അവൻ ചിന്തിക്കുന്നു. To spare Felix hurt, ഹട്ടിനെ വേദനിപ്പിക്കാതിരിക്കാൻ, he would have to knock him out early and quick.
എത്രയും പെട്ടെന്ന് അവനെ തോൽപ്പിക്കേണ്ടതുണ്ട് എന്നും അവൻ ചിന്തിക്കുന്നു. ഫെലിക്സ് ആണെങ്കിലോ ഹി മൂവ് ടു വാച്ച് എ മൂവി, ഒരു സിനിമ ചാമ്പ്യൻ കാണാൻ പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? ഇതുപോലെ തന്നെ സ്വന്തം ഒപ്പണൻറ്റിൻ്റെ മുഖം മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു സിനിമ കാണാൻ പോകുന്നത്. ഹി ഗോട്ട് എ ഷോക്ക് ആസ് ദ ചാമ്പ്യൻ ഇൻ ദ ഫിലിം ഈസ് ഗെറ്റിംഗ് ബീറ്റൺ. ആ ചാമ്പ്യൻ, സിനിമയിലെ ചാമ്പ്യൻ തോൽക്കപ്പെടുന്നത് കൊണ്ട് അവനൊരു ഷോക്കാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഹി ഇമാജിൻ ഹിംസെൽഫ് ഇൻ ദ റിംഗ് ബ്ലാസ്റ്റിംഗ് ആൻ്റോണിയോ അഗെയിൻസ്റ്റ് ദ റോപ്സ്. ആൻ്റോണിയോയെ റിങ്ങിലേക്ക് ഇടിച്ചിടുന്നതായിട്ട് അവൻ സ്വപ്നം കാണുന്നു. അടുത്ത യൂസേജിൽ നെയ്തർ നോറിനെ കുറിച്ച് നീദർ നോ എന്നാണ് മര്യാദയ്ക്ക് പറയേണ്ടത്. അതിനെക്കുറിച്ച് കുറേ കാലമായിട്ട് നമുക്ക് കേൾക്കുന്നതാണ്. ഒരു കൺജങ്ഷനാണെന്നറിയാം. ഈത് ഓർ എന്നുള്ളതിൻ്റെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന, അതുമില്ല ഇതുമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ് നീദർ നോ. എക്സാമ്പിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. തരുണോ അവൻ്റെ ഭാര്യയോ വീട് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞതേയില്ല, രണ്ടുപേരും പറഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നീദർ നോർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത എക്സാമ്പിൾ നോക്കിയോ, രണ്ടുപേര് എന്തായാലും A+ കിട്ടുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? നീദർ റാണി നോർ രാഗിണി ഗോട്ട് ഫുൾ A+ ഇൻ HSE ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പേർക്കും A+ കിട്ടിയില്ല, ഫുൾ A+ കിട്ടിയില്ല എന്നാണ്. നീദർ റാണിക്കൂല രാഗിണിക്കൂല. നീദറിൻ്റെയും നോറിൻ്റെയും ഒരു പ്ലേസ്മെൻറ്റ് അതെവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. അടുത്ത യൂസേജും സെയിം തന്നെയാണെങ്കിലും ഒരു ഇൻവേർഷനായിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൻ എ ക്ലോസ് വിത്ത് നെയ്തർ ഓർ നോർ ഈ യൂസ്ഡ് ആഫ്റ്റർ എ നെഗറ്റീവ് ക്ലോസ്. നെഗറ്റീവ് ക്ലോസിന് ശേഷം നെയ്തറോ നോറോ ഉപയോഗിക്കേണ്ട സമയത്ത് വി ഇൻവേർട്ട് ദ സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റിനെ അതുപോലെ തന്നെ വെർബിനെയും ഇൻവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയാണ്. സബ്ജക്റ്റുള്ളടത്ത് വെർബ്, ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ട് വെർബ് ആദ്യം കൊടുത്തിടും, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആദ്യം കൊടുത്തിടും. അതിനാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ നെയ്തർ ആൻഡ് നോർ. എക്സാമ്പിൾ നോക്കിയോ, തുടക്കം ഒരു നെഗറ്റീവിലാണ്, നെഗറ്റീവ് ക്ലോസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഹി ഹാഡിൻ ഡൺ എനി ഹോംവർക്ക്, അവൻ ഇതുവരെ ഹോംവർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തതും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത് അല്ലേ. ആദ്യത്തെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, രണ്ടാമത്തത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീദർ ഹി ഹാഡ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നീദർ ഹാഡ് ഹി എന്നാണ്. ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ട് നെയ്തറിന് ശേഷം സബ്ജക്റ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് അവിടെ ഒരു ഓക്സിലറി ആയിട്ടുള്ള ഹാഡ് വെച്ചിരിക്കുന്നു. നീദർ ഹാഡ് ഹി ബ്രോട്ട് എനി ഓഫ് ഹിസ് ബുക്സ് ടു ദ ക്ലാസ്. ഹോംവർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ എന്ന് മാത്രമല്ല, അവന് പുസ്തകം ക്ലാസ്സിലേക്ക് കൊണ്ടുവരാറില്ല എന്നാണ്. അപ്പോൾ ആദ്യത്തെ നെഗറ്റീവ് സെൻസ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രേസിന് ശേഷം നെയ്തർ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇൻവേഷൻ കൊടുക്കാറുണ്ട് അല്ലേ. ഇവിടെ ഹി ഹാഡിൻ്റെ എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള ഒരു സാധാരണ ഹോംവർക്ക് വരെ, അതാണ് ഒരു ഫ്രേസ് എന്ന് പറയുന്നത്. ആ ഫ്രേസിന് ശേഷം നെയ്തർ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് വെർബ് എന്നുള്ള ക്രമത്തിലല്ല, നേരെ തിരിച്ചാണ്. വെർബ് ആദ്യം ഇട്ടിട്ട് സബ്ജക്റ്റ് പിന്നെ കൊണ്ടുപോകാം. അടുത്ത സെൻറ്റൻസൊക്കെ ഒന്ന് നോക്കി നോക്കുക. വി ഡിഡിൻ ഗോ ടു സീ ദ മ്യൂസിയം. ഞങ്ങൾ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. നോർ ഡിഡ് വി സീ ദ അക്വേറിയം അല്ലേ. നോർ വി ഡിഡ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നോർ ഡിഡ് വി എന്നാണ്. നോർ ഡിഡ് വി സീ ദ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സബ്ജക്റ്റ് ഓക്സിലറിക്ക് പകരമായി ഓക്സിലറി സബ്ജക്റ്റിലേക്ക് ഇടുന്നതാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെയിം രീതിയിൽ കുറച്ച് എക്സാമ്പിൾസൊക്കെ ഒന്ന് എഴുതി ശീലിച്ച് നോക്കുക. ഓക്കെ, meet you all in our next class with the remaining portion of this chapter. Thank you. Stay safe. See you soon.